ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ താരം ഈ ഇരിക്കുന്ന ആളാണ്, അമ്മയാണ്. അമ്മയുടെ ഫസ്റ്റ് ഫ്ലൈറ്റ്, അതാണ് ഇന്നത്തെ നമ്മുടെ കണ്ടൻറ്റ്. വളരെ പെട്ടെന്നായിരുന്നു എല്ലാം, അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം അറേഞ്ച് ചെയ്യാൻ ഒട്ടും ടൈം കിട്ടിയില്ല. എല്ലാം ഷടപടയെന്നായിരുന്നു. ടിക്കറ്റ് കൺഫേം ആയതും അതിനുശേഷമുള്ള ഷോപ്പിങ്ങും എല്ലാം ഷടപടയെന്നായിരുന്നു. കുറച്ചൊക്കെ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊക്കെ ഇവിടെ ഷെയർ ചെയ്യാവേ. ടേസ്റ്റ് വൈകിട്ടാണ് ടിക്കറ്റ് കൺഫേം ആയത്. അപ്പോൾ തന്നെ ഷോപ്പിംഗ് തുടങ്ങി. അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഹരിപ്പാട്ടേക്ക് വിട്ടു. പൊതുവേ അങ്ങനെ ബസ്സിലൊന്നും ഇപ്പോൾ കയറാറില്ല. ചേട്ടൻ ബിസി ആയതുകൊണ്ട് ബസ് തന്നെ ശരണം. ഞാൻ നേരത്തെ എത്തിയത് കൊണ്ട് തന്നെ കുറച്ച് നേരം അവിടെ പോസ്റ്റായി. പോരാത്തതിന് മഴയും. അങ്ങനെ കാത്ത് നിന്ന് അമ്മയും ചിറ്റിയും വന്നു. ആദ്യം നമ്മൾ വെറ്റ്ലാൻഡിലാണ് കയറിയത്. അവിടുന്ന് കുറച്ച് പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഹരിപ്പാട് തന്നെയുള്ള വേറൊരു ഷോപ്പിൽ പോയി. അവിടെയും കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. വെറ്റ്ലാൻഡിൽ നിന്നുള്ള കുറച്ച് വിഷ്വൽസ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അതിനുശേഷം നമ്മൾ ന്യൂലാൻഡ് ബേക്കറിയിൽ പോയി, ഷൂസ് വാങ്ങിക്കാൻ ബാറ്റയിൽ പോയി, പിന്നെ ഒരു ചായ കുടിച്ചിട്ട് ഞാൻ അമ്പലപ്പുഴയ്ക്ക് വിട്ടു. നെക്സ്റ്റ് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് വീണ്ടും ഷോപ്പിങ്ങിനായിട്ട് പോയി. അമ്പലപ്പുഴയിൽ നിന്ന് കിട്ടാവുന്നതൊക്കെ അമ്പലപ്പുഴയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഞാൻ ആലപ്പുഴയിലേക്ക് പോയി. അവിടുന്ന് റിലയൻസ് മാളിൽ നിന്നും കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ച് ഞാൻ തിരിച്ച് വീട്ടിലേക്ക്. നമ്മൾ വീടെത്തിയിട്ട് വേണമായിരുന്നു എല്ലാം പാക്ക് ചെയ്യാൻ, കാരണം നമ്മുടെ കയ്യിലാണല്ലോ എല്ലാ സാധനങ്ങളും. അങ്ങനെ വീടെത്തി എല്ലാം പാക്ക് ചെയ്തു. കരച്ചിൽ ഇനോഗ്രേറ്റ് ചെയ്തത് വേറെ ആരുമല്ല, നമ്മുടെ പൊടിമോളായിരുന്നു. കൂട്ടത്തിൽ എന്നെ ചീത്ത വിളിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ പറയുന്നുണ്ട് വ്ളോഗ് എടുക്കുന്നു. ആദ്യത്തെ കുറച്ച് കരച്ചിൽ സീനൊക്കെ എനിക്ക് മിസ്സായി പുള്ളിക്കാരിയുടേത്. പിന്നെ അമ്മ വ്ളോഗ് എടുക്കുമെന്ന് പറയുന്നതാണ് എനിക്ക് സ്പാർക്കായി ഞാൻ പിന്നെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ആക്ച്വലി എൻ്റെ കയ്യിൽ വീഡിയോസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വ്ളോഗൊന്നും വേണ്ടാന്ന് വിചാരിച്ചിരുന്നതായിരുന്നു. പിന്നെ അമ്മയ്ക്ക് എന്നും ഓർത്തിരിക്കാൻ കുറച്ച് മെമ്മറീസ് കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ പിന്നെ വ്ളോഗ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. ഇതിനകത്ത് ഒത്തിരി ക്ലാരിറ്റി ഒന്നും ഇല്ല. പിന്നെ ആദ്യമായിട്ടാണ് അമ്മ ഇത്രയും ദൂരേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു വിഷമമായിരുന്നു അമ്മയെ യാത്രയാക്കാൻ. അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു 7-7:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. നമുക്ക് എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യേണ്ട ടൈം 1 മണിയായിരുന്നു. നല്ല മഴ ആയതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ ട്രാഫിക്കൊക്കെ കിട്ടിയാലും നമ്മൾ ലേറ്റ് ആവാൻ പാടില്ലല്ലോ. അങ്ങനെ നമ്മൾ എടപ്പള്ളിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയത്. ഞങ്ങൾ ഫസ്റ്റ് ടൈമായിരുന്നു പൊടി ഇഡ്ഡലിയൊക്കെ ട്രൈ ചെയ്യുന്നത്. പിന്നെ ഇത് ഗീ മസാല ദോശയായിരുന്നു. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. പിന്നെ നല്ല കോഫി, ടീ കാര്യങ്ങളെല്ലാം നല്ലതായിരുന്നു. അത്യാവശ്യം നല്ലൊരു സ്പോട്ടായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അവിടുത്തെ കുറച്ച് വിഷ്വൽസോടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അമ്മയെ തിരിച്ച് വിളിക്കാൻ വരുമ്പോഴും നമുക്കിവിടെ കയറണം എന്ന് ചേട്ടനോട് പറഞ്ഞും വെച്ചിട്ടുണ്ട്. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഇനി നേരെ എയർപോർട്ടിലേക്ക്. നമ്മൾ പറഞ്ഞതിലും 1 മണിക്കൂർ നേരത്തെ അവിടെ എത്തി. എയർപോർട്ടൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ല വിഷമം വരാൻ തുടങ്ങി. വിഷമം നമ്മൾ വെളിയിൽ കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ അമ്മയുടെ കൂടെ നിന്നും അല്ലാതെയൊക്കെ എടുത്തു. അമ്മ കാറിലൊക്കെ ഇരുന്നപ്പോഴും എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയപ്പോഴും അമ്മയ്ക്ക് നല്ല ടെൻഷൻ ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. നമുക്കും ഭയങ്കര ടെൻഷനായിരുന്നു. അമ്മ ഇത്രയും ദൂരം പോകണ്ടല്ലേ, അമ്മ എല്ലാം സേഫായിട്ട് അവിടെ എത്തണം എന്നുള്ള ഭയങ്കര ഒരു പ്രാർത്ഥനയൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മുടെ വിഷമം വെളിയിൽ കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറേ വീഡിയോ ഒക്കെ എടുക്കുകയാണ് ഞാൻ അവിടെ നിന്ന്. അങ്ങനെ അമ്മ അവിടെ പോയി ഒരു ഓഫീസറോട് ചോദിച്ചു. ഫ്ലൈറ്റിൻ്റെ സ്റ്റാറ്റസ് നമ്മൾ നോക്കുമ്പോൾ ഷെഡ്യൂൾഡ് എന്നായിരുന്നു കാണിച്ചത്, ചെക്ക് ഇൻ തുടങ്ങിയിട്ടില്ലായിരുന്നു. അമ്മ അവിടെ ഒരു ഓഫീസറോട് പോയി ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരി കയറിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ആൾ കൂളായിട്ട് കയറി. നമ്മളൊന്ന് കെട്ടിപ്പിടിച്ച് കരയാനൊക്കെ ഇരുന്നതാണ്, പക്ഷേ ആൾ കൂളായിട്ടങ്ങ് പോയി. കൂടെ ആൾ ബാക്കിലോട്ട് നോക്കുന്നുണ്ട്, നമ്മളെ കാണുന്നില്ല. നമ്മൾ അമ്മ പോകുന്ന സ്പീഡിൽ നമ്മളും അമ്മയുടെ പുറകെ പോകുന്നുണ്ടായിരുന്നു. പക്ഷെ കുറേ കഴിഞ്ഞിട്ടാണ് അമ്മ എന്നെ കണ്ടത്. അമ്മയ്ക്ക് അത്യാവശ്യം ടെൻഷനൊക്കെ ഉണ്ട്, ഫസ്റ്റ് ഫ്ലൈ അല്ലേ. ഇപ്പം അമ്മ എക്സ്പേർട്ടായി. എൻ്റെ കൊച്ചിലേക്ക് ഞാൻ എയർപോർട്ടിൽ വരുന്നത് അച്ഛനെ വിളിക്കാനോ അച്ഛനെ കൊണ്ടുവിടാനോ ഒക്കെ ആയിരിക്കും. അപ്പം നമ്മുടെ കൂടെ അച്ഛനെ നോക്കി നിൽക്കുന്നതോ അച്ഛനെ കൊണ്ടുവിടാൻ വരുന്നതോ ആയിരുന്നു അമ്മയും. പക്ഷെ അമ്മ എയർപോർട്ടിൽ കയറി എക്സൈറ്റിംഗ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നിയത് അമ്മയ്ക്കും ഇങ്ങനെ ഫ്ലൈ ചെയ്യാനൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉള്ളതായിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ അമ്മയുടെ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടപ്പോൾ എനിക്ക് തോന്നി അമ്മയ്ക്ക് ഇതുപോലൊക്കെ പോകണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു. അമ്മ സ്റ്റിൽ ഇപ്പോഴും ആ ഒരു ജേണിയെപ്പറ്റി പറയുമ്പം അമ്മ നല്ല എക്സൈറ്റഡ് ആയിട്ടാണ് ഓരോ കാര്യങ്ങൾ നമ്മളായിട്ട് ഷെയർ ചെയ്യുന്നത്. അമ്മ അവിടുത്തെ ചെക്കിനൊക്കെ കഴിഞ്ഞ് ബോർഡിങ്ങിൻ്റെ കാര്യമൊക്കെ അവിടെ അന്വേഷിച്ച് എല്ലാം മിടുക്കി കുട്ടിയായിട്ട് പോയി. മാത്രമല്ല അമ്മ ആദ്യമായിട്ടാണ് ചുരിദാറൊക്കെ വെയർ ചെയ്യുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും പുള്ളിക്കാരിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു. ഇത്രയും നാളായിട്ട് അമ്മ ഇത്രയും ദൂരത്ത് നമ്മളെ വിട്ട് പോയി നിന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടം. പിന്നെ നമ്മുടെ A to Z കാര്യങ്ങളിൽ എല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്തതെല്ലാം അമ്മയായിരുന്നു.
ഞാൻ ഹൗസ് വാമിംഗ് വ്ളോഗിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ അമ്മ ഉള്ളത് കൊണ്ട് ഒരുപാട് കാര്യങ്ങളൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല. എല്ലാം അമ്മ തന്നെയായിരുന്നു സെറ്റ് ചെയ്തത്. ഡെയിലി കുറഞ്ഞതൊരു 3-4 കോളെങ്കിലും അമ്മ വിളിക്കാറുണ്ട്. വീക്കെൻഡായാൽ ഞങ്ങൾ അങ്ങോട്ട് പോയാൽ നമ്മുടെ മെനു അനുസരിച്ച് ഫുഡൊക്കെ സെറ്റ് ചെയ്ത് വെക്കാറുണ്ട്. എനിക്കും എല്ലാവരെയും പോലെ തന്നെ എയർപോർട്ടിൽ കൊണ്ടുവിടാൻ പോകുന്നത് അത്ര താല്പര്യമില്ലാത്ത പരിപാടിയാണ്. എനിക്ക് വിളിക്കാൻ പോകാനാണ് ഇഷ്ടം. അങ്ങനെ ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അമ്മ നമ്മളെ വന്ന് കണ്ടിരുന്നു. അമ്മയ്ക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു, ഖത്തർ എയർവേസ് ആയിരുന്നു. ഖത്തർ ചെന്നിട്ടായിരുന്നു പിന്നെ ലണ്ടനിലേക്ക്. ഖത്തർ ചെന്നിട്ട് അമ്മ വൈഫൈ ഒക്കെ കണക്ട് ചെയ്ത് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളൊരു 1:30-2 മണിയൊക്കെ ആയപ്പോഴത്തേനും തന്നെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ചു വരാൻ ഒട്ടും ട്രാഫിക് കിട്ടിയതേ ഇല്ല. പക്ഷേ കുറച്ച് മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ വീട്ടിലെത്തി. ഒരു 4:15-4:30 ആയ ടൈമിൽ തന്നെ നമ്മൾ വീട്ടിലെത്തി. അപ്പം നമുക്ക് അമ്മയെ തിരിച്ച് വിളിക്കാൻ എയർപോർട്ടിൽ പോവാവേ. അങ്ങനെ ദാ അമ്മ ലണ്ടനിൽ സേഫായിട്ട് ലാൻഡ് ചെയ്തു.